ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. നമ്മളിപ്പോൾ ടോപ്പ് 10 SUVസിൻ്റെ സെയിൽസ് നോക്കി. പക്ഷേ എന്നാൽ കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന അബോവ് 4 മീറ്റർ കോമ്പാക്ട് SUVസിൻ്റെ സെയിൽസ് ആണ്. അതായത് 4.2 to 4.3 മീറ്റേഴ്സ് വരെ ലെങ്ത് വരുന്ന വാഹനങ്ങൾ. അതിൽ തന്നെ നമ്മുടെ 13th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം സെട്രോൻ്റെ ബസാൾട്ട് ആണ്. ഈ വണ്ടി ഇനീഷ്യലി ഇറങ്ങിയ സമയത്ത് അത്യാവശ്യം നല്ല റീച്ച് ആൾക്കാരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നതാണ്. അത്യാവശ്യം ഡീസൻറ്റ് സെയിൽസും കിട്ടിക്കൊണ്ടിരുന്നതാണ്. പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്ന് അറിയില്ല, വല്ലാതെ താഴത്തേക്കാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ മാസം ജസ്റ്റ് 61 വാഹനങ്ങളുടെ സെയിൽ മാത്രമാണ് ഇതിന് ലഭിച്ചത്. ഇനിയിപ്പം കഴിഞ്ഞതിന് മുന്നത്തെ മാസം, അതായത് ഡിസംബർ 2024 കണക്കെടുക്കുകയാണെങ്കിലും ജസ്റ്റ് 79 വണ്ടികളുടെ സെയിൽ മാത്രമേ ഇതിന് അപ്പോഴും ലഭിച്ചിട്ടുള്ളൂ. ഡിസംബറിൽ തന്നെ സെയിൽ വല്ലാതെ ഡൗൺ ആയത് നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇതിപ്പം ജനുവരി ആയപ്പോഴേക്കും കുറച്ചധികം ഡൗൺ ആയിപ്പോയി. 18 വണ്ടികളുടെ വ്യത്യാസം 22.78% ഡീഗ്രോത്ത് റേറ്റുമാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. കുറച്ച് ഹൈ ഡീഗ്രോത്ത് റേറ്റുമാണ് ഇവിടെ നമുക്ക് വന്നിരിക്കുന്നത്. പിന്നെ ഇത്രയും കുറവ് സെയിൽ വരുമ്പോൾ നമ്മൾ ഡീഗ്രോത്ത് റേറ്റ് വലിയ കാര്യമായിട്ട് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. എനിവേ, നിങ്ങളുടെ വാഹനത്തിൻ്റെ എക്സിസ്റ്റിംഗ് റീസെയിൽ വാല്യൂ എവിടെയും പോകാതെ തന്നെ എടുക്കണം, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വണ്ടിയുടെ പൊല്യൂഷനോ ഓർ ബാക്കി ഇൻഫർമേഷനോ ഒക്കെ എടുക്കണമെന്നുണ്ടെങ്കിൽ അതെല്ലാം കൂടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് പരിചയപ്പെടുത്തി തരാം. നമ്മളെല്ലാവരും വണ്ടികളുടെ ഡീറ്റെയിൽസ് ഒന്നെങ്കിൽ ഓൺലൈനിൽ നോക്കുന്നവരാണ്, അല്ലെങ്കിൽ പല ആപ്പുകളിലായിട്ട് നോക്കുന്നവരാണ്. പക്ഷേ എന്നാൽ എല്ലാ കാര്യങ്ങളും കൂടെ ഒരൊറ്റ ആപ്പിൽ ചെയ്യാൻ പറ്റുമെങ്കിൽ സംഭവം എങ്ങനെ ഉണ്ടാവും? അതുതന്നെയാണ് ആക്കോ എന്ന് പറഞ്ഞ ആപ്പ് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ അകത്ത് വണ്ടിയുടെ ട്രാഫിക് ചെല്ലാൻ, അതായത് നമുക്ക് എന്തെങ്കിലും ചെല്ലാനൊക്കെ വന്ന് കിടക്കുന്നുണ്ടെങ്കിൽ അത് നോക്കാൻ പറ്റും. അതുപോലെ തന്നെ പൊല്യൂഷൻ്റെ വാലിഡിറ്റി എത്രയാണ് എന്ന് ചെക്ക് ചെയ്യണമെങ്കിൽ, നിങ്ങളുടെ വണ്ടി തന്നെയാണെന്നില്ല, ഏത് വണ്ടിയാണെങ്കിലും നമുക്ക് ഇതിൻ്റെ അകത്ത് ജസ്റ്റ് നമ്പർ അടിച്ച് കഴിഞ്ഞാൽ അത് ചെക്ക് ചെയ്യാൻ പറ്റും. പിന്നെ നിങ്ങളുടെ വണ്ടിയുടെ റീസെയിൽ വാല്യൂ ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു എസ്റ്റിമേറ്റഡ് എമൗണ്ട് ഏകദേശം കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വാല്യൂറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് അവർ എമൗണ്ട് കിട്ടും. അത് അതിൻ്റെ വാല്യൂഷന് കൊടുക്കണമെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി ഇതൊന്നും അല്ലാതെ നിങ്ങൾക്കൊരു വണ്ടിയുടെ കംപ്ലീറ്റ് ഇൻഫർമേഷനും ജസ്റ്റ് രജിസ്ട്രേഷൻ നമ്പർ അടിച്ച് ചെക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നിങ്ങൾക്കും ചെയ്യണമെങ്കിൽ വളരെ എളുപ്പമാണ്. ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പിൻഡ് കമൻറ്റിൽ ഒരു ലിങ്ക് ഉണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്യുക, നേരെ പ്ലേ സ്റ്റോറിൽ പോകുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, യൂസ് ചെയ്യുക, ഇത്രേ ഉള്ളൂ. ഇനി നമ്മുടെ 12th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം സെട്രോൻ്റെ തന്നെയാണ്. C3 എയർക്രോസ് ആണ് ഇവിടെ നിൽക്കുന്നത്. സാധാരണഗതിയിൽ അവർ ബസാൾട്ട് ഇറക്കുന്നതിന് മുന്നേ C3 എയർക്രോസ് ആയിരുന്നു ഏകദേശം 60-70 റേഞ്ചിലൊക്കെ സെയിൽ വന്നുകൊണ്ടിരുന്ന വണ്ടി. ഇപ്പോൾ പക്ഷേ അതിൻ്റെ സെയിൽ കൂടി ബസാൾട്ടിൻ്റെ സെയിൽ കുറഞ്ഞു. അവർ ബസാൾട്ട് ഇറക്കിയതുകൊണ്ടാണ് ഇതിൻ്റെ സെയിൽ കൂടിയൊന്നും അറിയില്ല. എന്തായാലും ഈ വണ്ടിയിൽ അവരിപ്പോൾ 1.2 NA എഞ്ചിൻ കൂടെ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ബസാൾട്ടിലും C3യിലൊക്കെ കിട്ടുന്ന. ഇതിന് കഴിഞ്ഞ മാസം 107 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചത്. 2024 ഡിസംബറിൽ 96 വാഹനങ്ങളുടെ സെയിലായിരുന്നു കിട്ടിയിരുന്നത്. അതായത് 11 വാഹനങ്ങളുടെ വ്യത്യാസവും 11.46% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നമ്മളിപ്പോൾ ഈ ലിസ്റ്റ് മന്ത് ഓൺ മന്ത് ബേസിൽ കമ്പയർ ചെയ്യുന്നതുകൊണ്ട് തന്നെ ആകെപ്പാടെ 5 വാഹനങ്ങൾക്കാണ് ഈ 13 വണ്ടികളിൽ ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്നത്. ഇനി നമുക്ക് കാണാൻ പറ്റുന്ന 11th പൊസിഷനിലുള്ള വാഹനം MG ആസ്റ്റർ ആണ്. ഈ വാഹനത്തിൻ്റെ സെയിൽ കഴിഞ്ഞ മാസം കുറച്ചധികം താഴത്തോട്ട് പോയി. ഇതിന് മുന്നേ ഡിസംബർ 2024 700 വണ്ടികൾ ഇത് വിറ്റതാണെങ്കിൽ ജാനുവരി ആയപ്പോഴേക്കും ജസ്റ്റ് 190 യൂണിറ്റ്സിലേക്കാണ് താന്നിരിക്കുന്നത്. വളരെ വലിയൊരു വ്യത്യാസമാണ്. 510 വാഹനങ്ങളുടെ വ്യത്യാസവും 72.86% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. സംശയം വേണ്ട, നമ്മുടെ ഈ ലിസ്റ്റിലെ രണ്ടാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വാഹനം MG ആസ്റ്റർ ആണ്. അപ്പോൾ നമ്പർ 1 ഏതാ നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും, അത് അധികം വൈകാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഏതായാലും 10th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം MGയുടെ തന്നെയാണ്. പക്ഷേ ഇത് ZCV ആണ്. കഴിഞ്ഞ മാസം ആസ്റ്ററിനേക്കാൾ കൂടുതൽ സെയിൽസ് ആണ് ZCVക്ക് ലഭിച്ചിരിക്കുന്നത്. 265 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് കിട്ടിയത്. 2024 ഡിസംബറിൽ ഈ വാഹനത്തിന് 858 വാഹനങ്ങളുടെ സെയിലും കിട്ടിയതായിരുന്നു. അതായത് ഇവിടെ നമുക്ക് നല്ല രീതിയിലുള്ളൊരു ഡിഫറൻസ് തന്നെ കാണാൻ പറ്റും. 593 വാഹനങ്ങളുടെ വ്യത്യാസം 69.11% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. ഈ ലിസ്റ്റിൽ മൂന്നാമതായി ഏറ്റവും കൂടുതൽ ഡീഗ്രോത്ത് പെർസെൻറ്റേജ് ഉള്ള വാഹനമാണ് MGയുടെ ZCV. ഇനി അടുത്ത 9th പൊസിഷനിൽ നിൽക്കുന്ന വാഹനമാണ് മഹീന്ദ്രയുടെ അധികം ആൾക്കാർക്കൊന്നും വേണ്ടാത്ത XV400 ഇലക്ട്രിക്. ഇത് ഇറങ്ങിയിട്ട് 2 വർഷത്തിനടുത്തായെങ്കിലും സെയിൽസിൻ്റെ കാര്യത്തിൽ ഇപ്പോഴും അത്രയ്ക്ക് അങ്ങോട്ട് ബൂസ്റ്റ് ആയിട്ടില്ല. കഴിഞ്ഞ മാസം 288 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ ഇതിന് ലഭിച്ചിട്ടുള്ളൂ. 2024 ഡിസംബറിൽ 1296 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയതാണ്. പക്ഷേ എന്തായാലും കഴിഞ്ഞ മാസം 1008 വാഹനങ്ങളുടെ വ്യത്യാസവും 77.78% ഡീഗ്രോത്ത് റേറ്റാണ് വന്നിരിക്കുന്നത്. ഈ വണ്ടിക്കാണ് നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും കൂടുതൽ മന്ത് ഓൺ മന്ത് ബേസിൽ ഡീഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്നത്. ഇതിന് പകരം 3XO EV ഇനി വരുന്നുണ്ട്. എന്തായാലും നമ്മുടെ 8th പൊസിഷനിൽ നിൽക്കുന്ന അടുത്ത വാഹനം സ്കോഡ കുഷാക്ക് ആണ്. ഈ വാഹനത്തിന് മന്തിൻ്റെ ഇയർ സ്റ്റാർട്ടിങ് ആയതുകൊണ്ടാണെന്ന് അറിയില്ല, കഴിഞ്ഞ മാസം ജസ്റ്റ് 1371 വണ്ടികളുടെ സെയിൽ മാത്രമേ ലഭിച്ചിട്ടുള്ളൂ. 2024 ഡിസംബറിൽ 2465 വാഹനങ്ങളുടെ സെയിൽ ലഭിച്ചതായിരുന്നു. 1094 വാഹനങ്ങളുടെ വ്യത്യാസവും 44.38% ഡീഗ്രോത്ത് റേറ്റുമാണ് ലഭിച്ചിരിക്കുന്നത്. അത്യാവശ്യം ഹൈ ഡീഗ്രോത്ത് റേറ്റ് ഉണ്ട്. സെയിൽ നോക്കുകയാണെങ്കിലും ഓൾമോസ്റ്റ് പകുതിയുടെ അടുത്ത് കുറഞ്ഞിട്ടുണ്ട് എന്ന് പറയാം. ചിലപ്പോൾ ഇവർ ഡിസംബറിൽ ഒരുപാട് ഓഫേഴ്സ് കൊടുത്തുകൊണ്ടായിരിക്കും, പക്ഷേ ഇപ്പോഴും നമുക്ക് അത്യാവശ്യം ഓഫേഴ്സൊക്കെ ഈ വണ്ടിയിൽ കിട്ടുന്നുണ്ട്. ഇനി 7th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം ഇതിൻ്റെ തന്നെ സഹോദരനായ ഫോക്സ്വാഗൻ്റെ ടൈഗൺ ആണ്. ഇതിന് കഴിഞ്ഞ മാസം 1548 വാഹനങ്ങളുടെ സെയിലാണ് ലഭിച്ചത്. വലിയ വ്യത്യാസമൊന്നുമില്ല, മറ്റതിൻ്റെ അവസ്ഥ പോലത്തെ ഒക്കെ തന്നെയാണ്. 2024 ഡിസംബറിൽ 2335 വാഹനങ്ങളുടെ സെയിലായിരുന്നു ഇതിന് കിട്ടിയിരുന്നത്. 787 വാഹനങ്ങളുടെ വ്യത്യാസവും 33.7% ഡീഗ്രോത്ത് റേറ്റും. ഡീഗ്രോത്ത് റേറ്റ് കുഷാക്ക് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇതിനൊരു ഇത്തിരി കുറവാണെന്നുള്ളൂ.
ഇതുപോലെ തന്നെ നമ്മുടെ ഇയറിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ സെയിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു വാഹനമാണ് ഹോണ്ടയുടെ എലവേറ്റ്. ഈ വണ്ടി അവർ അത്യാവശ്യം പ്രതീക്ഷയോടുകൂടിയൊക്കെ ഇറക്കിയതായിരുന്നു. ഏകദേശം 4000, 5000 അതിൻ്റെ അടുത്തൊക്കെ ഒരു മാസത്തെ സെയിൽസ് ടാർഗറ്റ് ഒക്കെ ഇട്ടായിരുന്നു. പക്ഷെ എന്തായാലും ഒന്നും നടന്നില്ല. കഴിഞ്ഞ മാസം ജസ്റ്റ് 1773 വാഹനങ്ങളുടെ സെയിൽസാണ് ഇതിന് ലഭിച്ചത്. ഡിസംബർ 2024 2334 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അതായത് 561 വാഹനങ്ങളുടെ വ്യത്യാസം. 24.04% ഡീഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. അത്യാവശ്യം ഡീഗ്രോത്ത് റേറ്റ് ഉണ്ട്. സെയിൽ അങ്ങനെ ഒരുപാട് പ്രോഗ്രസും ചെയ്തിട്ടില്ല. ഇനീഷ്യലി വണ്ടി ഇറങ്ങിയ സമയത്തൊക്കെ 4000 to 5000 ഇടയിലൊക്കെ ഇതിന് സെയിൽ ഉണ്ടായിരുന്നു. പിന്നെ ഇതുപോലെ ബാക്കി നമ്മുടെ കുഷാക്ക് ടൈക്കണൊക്കെ സംഭവിച്ച പോലെ സെയിൽ പതുക്കെ കുറയാൻ തുടങ്ങി. ഇതിലിപ്പം ഹോണ്ട അത്യാവശ്യം ഓഫേഴ്സൊക്കെ കൊടുത്ത് സെയിൽ വീണ്ടും ബൂസ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എനിവേ അടുത്ത 5th പൊസിഷനിൽ നിൽക്കുന്ന വാഹനമാണ് നമ്മുടെ ടാറ്റ കർവ്. ഇത് ഇറങ്ങിയപ്പോൾ തൊട്ട് ഇതുവരെയുള്ള കണക്കിൽ ഏറ്റവും കുറവ് സെയിൽ വന്നിരിക്കുന്ന മാസം കഴിഞ്ഞ മാസമാണ്. ജസ്റ്റ് 3087 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ ഇതിന് കഴിഞ്ഞ ജാനുവരി 2025 ലഭിച്ചിട്ടുള്ളൂ. അത് കർവും കർവ് EV എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള കണക്കാണ് കേട്ടോ. 2024 ഡിസംബറിൽ 4994 വാഹനങ്ങളുടെ സെയിൽ ഇതിന് കിട്ടിയതായിരുന്നു. അതായത് വ്യത്യാസം 1907 വാഹനങ്ങളുടെയും ഡീഗ്രോത്ത് റേറ്റ് വന്നിരിക്കുന്ന 38.19% ആണ്. അത്യാവശ്യം ഹൈ ഡീഗ്രോത്ത് റേറ്റ് വന്നിട്ടുണ്ട്. മാത്രമല്ല സെയിലാണെങ്കിൽ പോലും 3000 എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഈ വണ്ടിയുടെയും സെയിൽസ് ടാർഗറ്റ് അവർ ഇട്ടിരുന്ന ഏകദേശം 5000 വണ്ടികളുടെ അടുത്തായിരുന്നു. ആദ്യത്തെ മാസം ഇതിന് സെയിൽ തുടങ്ങിയപ്പം ഏകദേശം 3200, 300 ആ റേഞ്ചിലൊക്കെ സെയിൽ വന്നതാണ്. പക്ഷെ എന്തായാലും ഇപ്പോൾ പിന്നെയും അതിലും താഴേക്ക് സെയിൽ പോയിട്ടുണ്ട്. അടുത്ത 4th പൊസിഷനിൽ നിൽക്കുന്ന വാഹനം നമ്മുടെ ടൊയോട്ടയുടെ ഹൈറൈഡർ ആണ്. ഈ വാഹനത്തിന് കഴിഞ്ഞ മാസം 4941 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയിരിക്കുന്നത്. റീബാച്ച്ഡ് ആണ്. ടൊയോട്ടയുടെ എഞ്ചിൻ മാത്രം ഉള്ളെങ്കിൽ പോലും ഈ വണ്ടിയുടെ സെയിലിന് ഒരിക്കലും ഒരു കുറവും വരാറില്ല. എപ്പോഴും 4000 to 5000 ഇടയിൽ ഇതിൻ്റെ സെയിൽ കിട്ടാറുണ്ട്. ഡിസംബർ 2024 4770 വാഹനങ്ങളുടെ സെയിലാണ് കിട്ടിയത്. 171 വണ്ടികളുടെ വ്യത്യാസവും 3.58% ഗ്രോത്ത് റേറ്റും ഉള്ളൂ. ഈ ലിസ്റ്റിൽ ഏറ്റവും കുറവ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന ഇതിനാണ്. പക്ഷേ ഇത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് മന്ത് ഓൺ മന്ത് സെയിൽ മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന വാഹനം ഇത് തന്നെയാണ്. ഇനി അടുത്ത 3rd പൊസിഷനിൽ നിൽക്കുന്ന വാഹനം കിയയുടെ സെൽട്ടോസ് ആണ്. പല ആൾക്കാരും നമ്മുടെ ടോപ്പ് 10 SUVസിൻ്റെ വീഡിയോയിൽ ചോദിച്ചായിരുന്നു കിയയുടെ വണ്ടികളൊന്നും ഇല്ല എന്നുള്ളത്. സെൽട്ടോസിന് കഴിഞ്ഞ മാസം ജസ്റ്റ് 6470 വാഹനങ്ങളുടെ സെയിൽ കിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ടാണ് ടോപ്പ് 10 SUVസിൻ്റെ വീഡിയോയിൽ അത് വരാതിരുന്നത്. എന്തായാലും 2024 ഡിസംബറിനേക്കാൾ സെയിൽ കൂടിയിട്ടുണ്ട്. അതായത് കഴിഞ്ഞ വർഷം ലാസ്റ്റ് ജസ്റ്റ് 2830 വാഹനങ്ങളുടെ സെയിൽ മാത്രമേ അതിന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. 3640 വാഹനങ്ങളുടെ വ്യത്യാസവും 128.62% ഗ്രോത്ത് റേറ്റുമാണ് വന്നിരിക്കുന്നത്. നമ്മുടെ ഈ ലിസ്റ്റിൽ ഏറ്റവും ഹയസ്റ്റ് ഗ്രോത്ത് പെർസെൻറ്റേജ് വന്നിരിക്കുന്ന വാഹനവും സെൽട്ടോസ് തന്നെയാണ്. ഇനി അടുത്തത് കുറച്ച് ഷോക്കിംഗ് വാഹനമാണ് നമ്മുടെ മാരുതി സുസുക്കിയുടെ ഗ്രാൻഡ് വിറ്റാര. ഈ വണ്ടിക്ക് പൊതുവേ സെയിൽ കിട്ടാറുള്ളത് 10000 to 12, 13000 വരെയൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ മാസം 15784 വാഹനങ്ങളുടെ സെയിലാണ് ഇതിന് ലഭിച്ചത്. വളരെയധികം സെയിൽ കൂടിയിട്ടുണ്ടെന്ന് പറയേണ്ടി വരും. 2024 ഡിസംബറിൽ ജസ്റ്റ് 7093 സെയിൽ മാത്രമേ ഇതിന് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴും 8691 വാഹനങ്ങളുടെ വ്യത്യാസം 122.53% ഗ്രോത്ത് റേറ്റും വന്നിട്ടുണ്ട്. വളരെ നല്ല ഫിഗർ തന്നെയാണ്. ഇനിയും ഇത് കണ്ടിന്യൂ ആണെങ്കിൽ ക്രെറ്റയും ഈ വണ്ടി നമ്മൾ നല്ലൊരു കോമ്പറ്റീഷൻ നമുക്ക് കാണാം. അത് പറഞ്ഞപ്പോഴും നമ്പർ 1 പൊസിഷനിൽ ഇപ്പോഴും കറക്റ്റ് തന്നെയാണ്. കഴിഞ്ഞ മാസം 18522 വാഹനങ്ങൾ സെയിലാണ് ഇതിന് ലഭിച്ചത്. ഇലക്ട്രിക്കും കൂടെ വന്നപ്പം അതിൻ്റെയും കൂടെ കമ്പൈൻഡ് സെയിലായി. അതുകൊണ്ടാണ് ഇത്രയും ഹൈ സെയിൽസ് വന്നിരിക്കുന്നത്. അതും നല്ല കാര്യം തന്നെയാണ്. 2024 ഡിസംബറിൽ 12608 വാഹനങ്ങൾ സെയിലാണ് ഇതിന് കിട്ടിയത്. പക്ഷെ അത് ഇലക്ട്രിക്കിൻ്റെ സെയിൽ ഇല്ലായിരുന്നു ആ സമയത്ത്. വ്യത്യാസം 5914 വാഹനങ്ങളുടെയും ഗ്രോത്ത് പെർസെൻറ്റേജ് 46.91% ആണ്. എഗെയിൻ ഈ വണ്ടിയുടെ കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് കൂടുതലൊന്നും പറയാനില്ല. കുറേ കാലമായിട്ട് തന്നെയാണ് നമ്പർ 1 നിൽക്കുന്നത്. എനിവേ ഗൈസ്, ഇതാണ് കഴിഞ്ഞ മാസം ഏറ്റവും കൂടുതൽ വിറ്റുപോയ ടോപ്പ് 10 അബോവ് 4 മീറ്റർ കോമ്പാക്ട് SUVസിൻ്റെ വീഡിയോ. നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രോഡക്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്റ്റ് ടാഗ് ചെക്കൗട്ട് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ലഭിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ തന്നെ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.